കരുതാൻ എന്നല്ല എന്ന് ജനം തിരിച്ചറിയിക്കുകയാണ്. ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം. എന്തിനാ ഈ ഉപരോധ സമരം അവസാനിപ്പിച്ചത്? വലിച്ചു താഴെയിടാമായിരുന്ന വീണില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമായിരുന്ന ഈ കേരളത്തിലെ ജനം ഇത്രയും വൃത്തികെട്ട ഭരണം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത്ര ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവർക്കത് പറയാവുന്നതാണ്. അവർക്ക് അവസരം ഉണ്ടാകാൻ വേണ്ടി തന്നെ ഞാൻ പറയട്ടെ, അവരുടെ മറുപടി എന്നത് നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ട നാളെ ഒരു ഭരണം കേരളത്തിൽ ഇതിലും ഉണ്ടായിട്ടില്ല. ആരാ പറയുന്നത്? ഉത്തരവാദപ്പെട്ട UDF-നുള്ള ആളുകളാണ് പറയുന്നത്. ആ ഒരു ഭരണത്തെ അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ വന്നു ചുരുക്കിയതിൽ ഒരു മാറ്റം വരുത്തി ജനപ്രിയമായ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാമായിരുന്നതിനെ ചീറ്റിക്കളഞ്ഞ, അതിന് വെള്ളം ചേർത്ത് കളഞ്ഞ പ്രതിപക്ഷം. പിണറായി വിജയൻ കൂട്ടർ 5 മിനിറ്റ് കൊണ്ടുമാണ് സമരം അവസാനിച്ച പ്രഖ്യാപനം. പല കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രാവിലത്തെ പ്രശ്നം ആയിട്ട് ഒരു വലിയ പ്രശ്നം. വയറിനെ സംബന്ധിച്ചും വിശപ്പിനെ സംബന്ധിച്ചും ഒക്കെ നമ്മുടെ ദാസ് ക്യാപിറ്റലിലും മാനിഫെസ്റ്റോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയറിന് ആവശ്യമായ, വിശപ്പിനാവശ്യമായ ചാപ്പാടും പരിപാടികളും ഒക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള രാവിലത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ താത്വിക പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ പ്രശ്നമായിരുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു കഥ? എന്തിനാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്? എവിടെ മാനത്തൂരിന്റെ വടി പോലെ എന്ന് പറയില്ലേ, ഇതേപോലെ ഇങ്ങനെ തന്നെ. എന്താ സംഭവിച്ചത്? ഇന്നിപ്പോ പിടിയില്ല. ഇന്നിപ്പോ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശൗര്യം വർദ്ധിച്ചിരിക്കുകയാണ്, UDF-ന് ശൗര്യം വർദ്ധിച്ചിരിക്കുകയാണ്. എന്തും നടക്കുന്നത് തോന്നൽ അവർക്ക് വന്നിരിക്കുകയാണ്. ആരും ഇവിടെ ചോദ്യം ചെയ്യാതെ വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ എല്ലാ സമരങ്ങളും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ നേരത്തെ പറഞ്ഞ അന്തർധാരകൾ പരസ്പരം കൊണ്ടുകൊടുത്തു. നീ എനിക്ക് ചൊറിഞ്ഞു തരുന്നതൊക്കെ നിനക്ക് ഞാൻ ചൊറിഞ്ഞു തരും, എന്റെ ഒരു പ്രശ്നം നീ മൂടി വെക്കുന്നവരെ നിന്റെ പ്രശ്നം ഞാൻ മൂടി വെക്കും എന്ന് പറഞ്ഞതുപോലെ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗമായി 2 വിഭാഗങ്ങൾ മാറിയിരിക്കാൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും. 5 എന്തായാലും നമ്മൾ ഭരിക്കും, അപ്പൊ നിങ്ങൾ വേണ്ട രൂപത്തിലൊക്കെ നിങ്ങൾ കാണിക്കാം. പിന്നീട് 5 നമ്മൾ ഭരിക്കും, അപ്പൊ നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണിക്കാം. ഈ രൂപത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ജനകീയ പ്രശ്നങ്ങളിലും താല്പര്യമില്ല. നിങ്ങൾ വിദ്യാഭ്യാസ വർഷം ആരംഭിച്ച സമയത്തായി ഓണത്തിന്റെ പരീക്ഷ എടുക്കാനായി കേരളത്തിൽ +2, +1, 10ാം ക്ലാസ് പാസ്സായ +1 സീറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന 10,000-കണക്കിന് കുട്ടികൾക്ക് സീറ്റില്ല. ഏറ്റവും കൂടുതൽ സീറ്റില്ലാത്തത് മലപ്പുറം ജില്ലയിലാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്തിട്ട് ഒരുപാട് വർഷങ്ങൾ, അനേകം വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച ആളുകൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മാന്യമായി മാർക്ക് നേടിയ കുട്ടികൾക്ക് പോലും സീറ്റ് കൊടുക്കാൻ അവർ +1 ചേർത്ത് പഠിപ്പിക്കാനുള്ള സൗകര്യമില്ലാത്ത, അത് ഏറ്റവും കൂടുതൽ സൗകര്യമില്ലാത്ത കുട്ടികൾ മലപ്പുറം ജില്ലയിലാണെന്ന കണക്കുകൾ നിരത്തിയിട്ട് പത്രമാധ്യമങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറിച്ച് ചിന്തിക്കാനാണില്ല. മനുഷ്യന്റെ 100,000 പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണില്ല, മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണില്ല. ഈ പ്രശ്നങ്ങൾ മാത്രം. ഇതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാത്ത ഒരു സാഹചര്യം. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ അവസാനിപ്പിക്കണം, എനിക്ക് അനുവദിച്ച സമയം ഇവിടെ തീർന്നിരിക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെ സംഭവിക്കേണ്ടതിനെ സംബന്ധിച്ച് പൊതുജനത്തിനോട് തിരിച്ചറിവുണ്ട്. ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സമൂഹം, ഈ ജനത, കേരള ജനത, നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ജനത, ജനകോടികൾ, പൗരന്മാർ, വോട്ടർമാർ ജനാധിപത്യാവകാശം ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ന് ഈ ജനങ്ങളെ വിഡ്ഢീകരിച്ചുകൊണ്ട് സ്വന്തം കാര്യം നടത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെ പാഠം പഠിപ്പിക്കുവാൻ അവർക്ക് അർഹമായ മറുപടി കൊടുക്കാൻ അവർ തയ്യാറാകുമോ? ജനം മാറി ചിന്തിക്കുകയും പുതിയ ഒരു കാലത്തെ സംബന്ധിച്ചും പുതിയ കോലത്തെ സംബന്ധിച്ചും പുതിയ ഒരു മാറ്റത്തെ സംബന്ധിച്ചും ജനം ചിന്തിക്കുകയും ചെയ്ത ആ ഒരു വഴിയിലൂടെ മുമ്പോട്ട് പോയിട്ടല്ലാതെ ഇന്ത്യ രാജ്യത്തോ കേരള രാഷ്ട്രീയത്തിലോ കേരളത്തിലോ ഇനി രക്ഷയില്ല എന്ന ഒരു വസ്തുതയാണ് സമീപകാല സംഭവങ്ങളും അനുബന്ധ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഈ യോഗം, ഈ സിംപോസിയം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.